ഹലോ, എല്ലാവരും സുഖമായിരിക്കുന്നോ? ഇന്ന് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട, എനിക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്ന ഒരു അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. ഈ കണ്ണൂരുകാർക്കെല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴേ മനസ്സിലായി കാണും, കണ്ണൂർ സ്പെഷ്യൽ കലത്തപ്പമാണ്. അത് ഏറ്റവും പെർഫെക്റ്റായിട്ട് കിട്ടാനായിട്ട് ഇച്ചിരി പാടൊക്കെ ഉണ്ട് കേട്ടോ. അത് നല്ല വൃത്തിക്ക് കിട്ടണം, അതുമാത്രമല്ല സോഫ്റ്റ് ആയിരിക്കണം, നല്ല ടേസ്റ്റി ആയിരിക്കണം. കണ്ണൂരുകാർ പറയുന്ന പോലെ അതിനകത്ത് നല്ല പെർഫെക്റ്റായിട്ട് ആരെടുത്ത് കിട്ടുന്ന നല്ലൊരു കലത്തപ്പമായിരിക്കണം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്കും പെർഫെക്റ്റായിട്ട് കലത്തപ്പം ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ് ചെയ്തേക്കണം കേട്ടോ. അതുപോലെ നോട്ടിഫിക്കേഷൻസ് എല്ലാം കിട്ടാൻ വേണ്ടിയിട്ട് ബെല്ലൈക്കണോട് ഒന്ന് ക്ലിക്ക് ചെയ്ത് വിട്ടേക്കണേ. നമുക്കപ്പോൾ റെസിപ്പിയിലേക്ക് പോവാം. ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് പച്ചരിയാണ്. ഞാനിവിടെ 1 കപ്പ് പച്ചരി കഴുകി 4 മണിക്കൂർ കുതിർത്ത് വെള്ളമെല്ലാം മാറുന്നു പോയതാണിത്. ഒരു 2-3 മണിക്കൂറെങ്കിലും കുതിർക്കണം കേട്ടോ. അതിലേക്ക് ഫ്ലേവറിന് വേണ്ടിയിട്ട് 3 ഏലയ്ക്ക, അതിൻ്റെ കൂട്ടത്തിൽ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം. ഇനി നമുക്ക് വേണ്ടത് ചോറാണ്. ഞാനൊരു 2 ടേബിൾ സ്പൂൺ ചോറ് എടുക്കുന്നുണ്ട്. ഏത് ചോറ് വെള്ളം എടുക്കാം കേട്ടോ, മട്ടയരിയോ വെള്ള അരിയോ ഇത് വെള്ളം എടുക്കാം. അതിനോടൊപ്പം ഈ 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം ഇത്ര കൊണ്ട് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ ഒരു 1/4 ടീസ്പൂൺ പോലെ ഇട്ടിട്ടില്ല, ഒരു 2 പിഞ്ച് എന്ന് പറയാം, 2 പിഞ്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ഇട്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് നമുക്ക് അതൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇങ്ങനെ ഒരു ലൂസിലാണ് വേണ്ടത്. അതായത് 1 കപ്പ് അരിക്ക് 1 കപ്പ് വെള്ളം, അതാണ് അളവ് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ശർക്കരയാണ്. ഓരോരുത്തരുടെയും മധുരത്തിനനുസരിച്ച് ചേർക്കുക. ഞാനിവിടെ 300 ഗ്രാമോളം ശർക്കര എടുത്തിട്ടുണ്ട്. അത് 1/2 കപ്പ് വെള്ളം ഒഴിച്ച് ഉരുക്കാൻ വയ്ക്കാം. ഒത്തിരി തിളച്ച് കുറുകുമൊന്നും വേണ്ട, അത് ഉരുകി വന്നാൽ മാത്രം മതിയാവും. ഇത് ഉരുക്കാൻ വെക്കുന്ന സമയത്ത് തന്നെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെക്കുക. അലുമിനിയം കുക്കറാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തേങ്ങാക്കൊത്ത്, നല്ല വിളഞ്ഞ തേങ്ങയുടെ തേങ്ങാക്കൊത്ത്, ഒരു 3 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് വറുക്കാൻ വയ്ക്കാം. തേങ്ങാക്കൊത്തൊക്കെ ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 ടേബിൾ സ്പൂണോളം കൊച്ചുള്ളിയും കൂടെ അരിഞ്ഞിട്ട് നല്ല ചോക്കെ വറുത്തെടുക്കണം. ഈ കൊച്ചുള്ളി എന്നുള്ളത്, കൊച്ചുള്ളി ഇതിനകത്ത് വറുക്കുന്ന ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം. പക്ഷേ ട്രഡീഷണൽ കലത്തപ്പത്തിൽ കൊച്ചുള്ളി മസ്റ്റാണ് കേട്ടോ. അപ്പോൾ കൊച്ചുള്ളിയും തേങ്ങയൊക്കെ നന്നായിട്ട് വറുത്ത് വന്നതിൽ പകുതി നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. എന്നിട്ട് ഈ പകുതി അതിൻ്റെ അകത്ത് വെളിച്ചെണ്ണയും കാണും, ഈ കൊച്ചുള്ളിയും തേങ്ങയുടെയും ഫ്രൈ ആയിട്ടുള്ള ഐറ്റംസും കാണും അതിനകത്തേക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ശർക്കര പാനിയെല്ലാം നല്ലതായിട്ട് ഉരുകിയിരിപ്പുണ്ടല്ലോ, ആ ശർക്കര പാനി എടുത്തിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിരിക്കുന്ന ഈ അരിയുടെ ബാറ്ററിലേക്ക് ചൂടോട് തന്നെ അരിച്ചൊഴിക്കുക. ഒഴിക്കുന്ന കൂട്ടത്തിൽ തന്നെ മിക്സ് ചെയ്ത് പോകണം കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് ഒഴിക്കുക, ഒരു കൈ കൊണ്ട് മിക്സ് ചെയ്യുക. ഇത് ഒരേ സമയത്ത് മിക്സ് ചെയ്യണമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ നമ്മളുടെ ഈ മാവ് ചൂടല്ലേ, ഈ ശർക്കരപ്പാനി ചൂടല്ലേ, അപ്പോൾ തന്നെ ഈ മാവ് വല്ലാതെ വെന്ത് പോകും. അതുകൊണ്ടാണ് ഇങ്ങനെ മിക്സ് ചെയ്തതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒന്നുകൂടെ ഒരു വിസ്ക് വെച്ച് തന്നെ മിക്സ് ചെയ്തോളൂ. ബേക്കിംഗ് സോഡ മസ്റ്റാണ് കേട്ടോ. എന്നിട്ട് നമ്മുടെ ഈ കുക്കറുണ്ടല്ലോ, നല്ല ചൂടായിരിക്കണം കുക്കർ. അതിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ചൂടോടെ തന്നെ, ഹൈ ഫ്ലെയിമിലാണ് ഇരിക്കുന്നത്, ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മൾ ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ ഈ മാറ്റി വെച്ചിരിക്കുന്ന ഈ തേങ്ങയുടെയും കൊച്ചുള്ളിയുടെയും ഫ്രൈഡ് ആയിട്ടുള്ള അതുണ്ടല്ലോ, അത് കുറച്ചുകൂടി മുകളിലേക്കൂടെ ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തിട്ട് ഇനി നമുക്കിത് ഇളക്കുകയൊന്നും വേണ്ട. ഇത് കണ്ടില്ലേ, ചെറുതായിട്ട് അന്നേരം തന്നെ ബബിൾസ് വരുന്നുണ്ട്. ഇനി നമുക്ക് കുക്കറിൻ്റെ വിസിൽ മാറ്റിയ ശേഷം കുക്കർ അടച്ചു കൊടുക്കുക. എന്നിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെ ഒരു 1/2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ തന്നെ ഇരിക്കുക. അതിനുശേഷം ഏറ്റവും ലോ ആക്കി വെക്കുക. അങ്ങനെ ഒരു 15 മിനിറ്റ് വയ്ക്കുമ്പോൾ തന്നെ നമുക്കിത് ഇതിലൂടെ നിങ്ങൾക്ക് കാണാൻ പറ്റുമോയെന്നറിയില്ല, നമ്മുടെ ഈ നോസിലൂടെ ആവി വരുന്നുണ്ട്, നന്നായിട്ട് ആവിയും വരും. അതുപോലെ ഈ വെള്ളത്തിൻ്റെ ബബിൾസ് വരും കേട്ടോ. അങ്ങനെ വരുന്നതാണ് ഇതിൻ്റെ ഒരു പാകം. നന്നായിട്ട് വേകുമ്പോഴാണ് അങ്ങനെ ആവുന്നത് കേട്ടോ. ഒരു 15 മിനിറ്റ് മാക്സിമം മതിയാവും. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ അടപ്പ് തുറക്കാം. ഇത് കണ്ടില്ലേ, കറക്റ്റായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒരു ടൂത്ത് പിക്കോ ഒരു പപ്പടം കുത്തിയോ അല്ലെങ്കിൽ ഒരു ചെറിയ കത്തിയോ വല്ലതും ഒന്ന് ഇറക്കി നമുക്കത് വെന്തോന്നൊന്ന് നോക്കാം. ഇത് കറക്റ്റായിരിക്കും കേട്ടോ. 15 മിനിറ്റ് മാക്സിമം, 15 മിനിറ്റിൽ കൂടുതൽ വെക്കരുത് കേട്ടോ. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക, വെന്തോന്ന് നോക്കുക, അതിന് ശേഷം വയ്ക്കാവുള്ളൂ. എപ്പോഴും തീ ഓഫ് ചെയ്തിട്ട് വേണം. 15 മിനിറ്റിനുള്ളിൽ തന്നെ തീ ഓഫ് ചെയ്യുക. ഇതേ കണ്ടില്ലേ, നല്ല ക്ലീനായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് ഒരു 10 മിനിറ്റോളം അതിനകത്ത് തന്നെ ഇരുന്നോട്ടെ. ആ ചൂടും കൊണ്ട് ബാക്കിയും കൂടെ വെന്ത് കിട്ടും. അതിനുശേഷം നമുക്ക് ഈസി ആയിട്ട് ഡിമോൾഡ് ചെയ്തെടുക്കാം. ദേ ഇപ്പം ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. വളരെ സോഫ്റ്റാണ് ഇത്. ഞാനിന്ന് കയ്യിൽ നിന്ന് അമ്മയ്ക്ക് പിടിക്കുകയാണെങ്കിൽ ഇത് പൊട്ടിപ്പോവും. അത്രയ്ക്ക് സോഫ്റ്റാണ്, അത്ര പെർഫെക്റ്റാണ്. കളറൊക്കെ കണ്ടില്ലേ, നല്ല മണമാണ് കേട്ടോ.
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ട്രഡീഷണൽ കണ്ണൂരുകാരുടെ ഒരു പലഹാരമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാനിത് മുറിച്ച് കാണിക്കാം കേട്ടോ. അത് എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ ബേക്കിംഗ് സോഡ എൻ്റെ അടുത്ത് ചേർക്കുന്നതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇത് നന്നായിട്ട് ഈ ആരെടുത്ത് തന്നെ കിട്ടിയിരിക്കുന്നത്. ഇപ്പം മുറിച്ചത് ഈ കത്തി പോകുന്ന കണ്ടില്ലേ, നല്ല ബട്ടറിലൂടെ പോകുന്ന പോലെയാണ്, അത്രയ്ക്ക് സോഫ്റ്റാണ്. ഇപ്പം മുറിച്ച് ഇതിൻ്റെ ഉള്ളിൽ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ ഇത്തിരി ചൂടാണ്, ഞാൻ ചൂടോടെ തന്നെ മുറിച്ചാണ്. നന്നായിട്ട് തണുത്തതിന് ശേഷം മുറിച്ചാൽ മതി കേട്ടോ, കൈയൊക്കെ പൊള്ളരുത്. ഇതേ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതിങ്ങനെ ആരെടുത്തിരിക്കുന്ന കണ്ടില്ലേ, കണ്ടില്ലേ ഇങ്ങനെ ആര് നമ്മൾ ഈ തടിയുടെയൊക്കെ ആരിരിക്കത്തില്ലേ, അതുപോലെ ഇരിക്കുന്ന കണ്ടില്ലേ. ഞാനിത് നീളത്തിലുള്ളൊരു പാർട്ട് മുറിച്ച് കാണിച്ചു തരാം, അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ അതിൻ്റെ ഉള്ളിൽ വന്നിരിക്കുന്ന ടെക്സ്ചർ എങ്ങനെയാണെന്ന്. ഇതേ കണ്ടില്ലേ, നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇതൊരു ട്രഡീഷണൽ പലഹാരം ആയതുകൊണ്ട് അതിൻ്റെ ട്രഡീഷണൽ രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് എപ്പോഴും രസം. ഞാൻ പറഞ്ഞല്ലോ, ചിലവർക്കൊക്കെ കൊച്ചുള്ളി ഇതിനകത്ത് നമ്മളൊരു പലഹാരത്തിനകത്ത് കൊച്ചുള്ളി വന്നാൽ എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുമായിരിക്കും. പക്ഷേ വളരെയധികം ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് അറിയിക്കണം. കാലത്തപ്പോൾ ഇതുവരെ ഉണ്ടാക്കാത്ത ആൾക്കാരാണെങ്കിൽ ഉറപ്പായിട്ട് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഒരു തവണയെങ്കിലും നമ്മൾ കഴിച്ചു നോക്കേണ്ട പലഹാരമാണ്. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് ഇനി കാണാം. ബൈ.